ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് ഓളിൻ്റെ ബട്ടൺ കൂടെ പ്രസ് ചെയ്യണേ. ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം. കോവലാണ്. ഇത് വെച്ചിട്ടൊരു കോവൽ വെച്ചിട്ട് എങ്ങനെ ഫ്രൈ ചെയ്യാമെന്നുള്ളതും ഒരു തോരനുമാണ് ചെയ്യാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ കുറച്ച് കോവലെടുത്തിട്ട് ഒരു 1/2 കിലോനോളം ഉണ്ടാവും, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതായത് ഇങ്ങനെ ഇതിൻ്റെ നെറ്റിയൊക്കെ ഒന്ന് നന്നായി കളഞ്ഞിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യുവാണേ. ഇങ്ങനെ മതിയാവും. ഇത് മുഴുവൻ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു സവാള എടുത്തിട്ടുണ്ട്, ഇതൊന്ന് കട്ട് ചെയ്യണം. നല്ല ഒരു അടികട്ടിയുള്ള ഒരു ചീനച്ചട്ടി എടുത്തു. ഇരുമ്പിൻ്റെ ഇൻഡാലിയത്തിൻ്റെ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയൊരു സവാളിൻ്റെ പകുതി ഞാൻ എടുത്തുള്ളൂ, അതിട്ട് കൊടുക്കാം. ഒരു 4-5 വെളുത്തുള്ളി കട്ട് ചെയ്തത്, എന്താ ഈ കോവൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇത്തിരി നന്നായിട്ടൊന്ന് പഴുത്തിട്ടുണ്ട്. ചിലതൊക്കെ പഴുത്തിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഒരു മധുരത്തിൻ്റെ ഒരു അല്ലെങ്കിൽ പുളി കൂടുതലായിട്ടുള്ളൊരു ടേസ്റ്റ് വരുന്നത്. ഒന്ന് നന്നായിട്ട് വാടി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനോട്ട് ഞാൻ ഒരു കൊത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം വഴണ്ടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. പൊതുവെ എല്ലാവർക്കൊന്നും ഈ കോവൽ ഇഷ്ടമല്ലെങ്കിലും ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു സാധനമാണ് കേട്ടോ ഈ കോവൽ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇത് ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇതൊന്ന് മൊരിഞ്ഞതിന് ശേഷം മാത്രമേ മുളക് പൊടിയൊക്കെ ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോയി. ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തീ കുറച്ച് വെച്ചിട്ടാണ് ഇത്ര നേരം ഇത് മൂപ്പിച്ചെടുക്കാൻ നോക്കിയത്. പിന്നെ എണ്ണ കുറച്ച് ഒഴിച്ചതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണയാവേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് എടുത്തുള്ളൂ. അതുകൊണ്ട് അടിക്കൊക്കെ പിടിക്കുന്നുണ്ട്. അടിയൊക്കെ തട്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇനി അതിലോട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് കണ്ടോ, നല്ല മൊരിഞ്ഞ കോവൽ ഫ്രൈ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം, അപ്പോഴാണ് ഇതൊരു ടേസ്റ്റ് കിട്ടുക. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കോവൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു ചട്ടി അടുപ്പത്ത് ചൂടാവാൻ വെച്ചിട്ടുണ്ട്, നന്നായി ചൂടായി. ഇതിലോട്ട് 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടട്ടെ. ഒരു 4 കപ്പൽ മുളക്, അതൊന്ന് കഴുകിയിരുന്നേ, അതുകൊണ്ട് തന്നെ വെള്ളം പൊട്ടിച്ചെടുക്കുന്നു. ഇനി ഇതിലോട്ട് 1/2 മുറി സവാള ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. ഒരു 6 വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കാം, കട്ട് ചെയ്തത്. ഒന്ന് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് 3 പച്ചമുളക് കട്ട് ചെയ്തതും ഒരു 2 കൊത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ തീ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അരിയാണ്. ഇതിലോട്ട് ആ കോവൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിരുന്നേ, ചെറുതായിട്ട് ആ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട്.
ചെറിയ തീയിൽ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇരുന്ന് വേവട്ടെ. ഒന്ന് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. നോൺ സ്റ്റിക്കാണ്, എന്നാൽ പോലും എല്ലാം ഒന്ന് പിടിക്കണമല്ലോ അതിൽ, ഉള്ളിയും ഇതൊക്കെ എല്ലാം കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഏകദേശം ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ആവിയിൽ വേവിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഇപ്പോൾ ഇതിന് ഉപ്പും മുളകും എരിവും വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ ഇതിന്. പിന്നെ ഇതിൽ തേങ്ങ ചേർക്കുകയാണെങ്കിൽ ഇതിന് വേറൊരു ടേസ്റ്റാണ്. ഇപ്പം ഞാനിതിൽ ചേർക്കാൻ പോകുന്ന ഒരു മുട്ടയാണ് ചേർക്കാൻ പോകുന്നത്, അതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതൊന്ന് വേവട്ടെ. ഇതുപോലെ ചില പച്ചക്കറികളൊക്കെ ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ലേ, അതുപോലെ അത് ഇഷ്ടമില്ല ഇങ്ങനെ മുട്ടയൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ അത് ഇതുണ്ടാക്കി ചേർത്തിട്ട് കുക്ക് ചെയ്യുവാണെങ്കിൽ ഇഷ്ടമല്ലാത്തവനും കഴിക്കും. പിന്നെ നോൺ വെജ് കഴിക്കാത്തവർ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് അങ്ങനെ തന്നെ കഴിക്കുന്നതാണ് നല്ലത്, എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട കോവൽ തോരൻ റെഡി ആയിട്ടുണ്ട്. ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ബായ്.